ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, സാപ്പെക്സ് ഗെയിമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ മറ്റേ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അത് വലിയ മെച്ചമുണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ നമ്മൾ അതിൽ ക്രാഫ്റ്റ് ചെയ്തിരുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു വില്ലേജ് കണ്ടെത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കുറേ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ കണ്ടു. വില്ലേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീടും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് അവിടെ പോയി ഉറങ്ങാം. പിന്നെ എന്തൊരു സാധനം ഉണ്ട്, ഒരു വലിയ ദജ്ജാലിൻ്റെ മാറ്റേ, അത് മറ്റേ സൂംബീസ് വരുമ്പോൾ അടിച്ചിടുന്നൊക്കെ പറയുന്നത് കേട്ടുക്കണു. അപ്പോൾ എന്തായാലും അയേണോ അങ്ങനെ എന്തൊരു സംഭവമുണ്ട്, അങ്ങനെ എന്തോണം അതിൻ്റെ പേര്. അപ്പോൾ ഈ മൈൻക്രാഫ്റ്റ് കളിച്ചണല്ലേ പറയാം, അങ്ങനത്തെ സംഭവം ഉണ്ടോന്ന്. ഗൈസ്, ആ തലയ്ക്ക് വെക്കുകയാണ് ഒരു ഐസുമാലല്ലേ കാണുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാൽ കേട്ടോ. ഇവിടെ എന്താ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട് ഗൈസ്. വാടാച്ചാൽ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ ഐസിൻ്റെ സ്ഥലത്തേക്ക് ഒന്ന് പോയേക്കണം. അതിൻ്റെ മുമ്പായിട്ട് അവിടേക്ക് എത്തുമ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് 148 ആയിക്കണു. 2 സബ്സ്ക്രൈബും കൂടി മതി 150 അടിച്ചാൽ. അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അയ്യോ, എൻ്റെ മോനെ സൈഡിലൊക്കെ ഗുണാക്കേവ് പോലത്തെ ഒരു സംഭവട്ടാ. എൻ്റെ മോനെ, എടാ ലാവല്ലേ അടിയിൽ തിളക്കണത്. ഗൈസ്, നിങ്ങൾ കണ്ട ലാവ, എൻ്റെ മോനെ സീനിട്ടാ. ഗൈസ്, അപ്പുറത്ത് അന്റാർട്ടിക്ക തോന്നുന്നു. അയ്യോ എൻ്റെ മോനെ, സീന്. ഇവിടെ ഡിസംബർ, ഇവിടെ നമ്മളെ നാട്ടിൽ ഒടുക്കത്തെ ചൂടാണ് ഗൈസ്. പക്ഷെ മൈൻക്രാഫ്റ്റിൽ പെരും തണുപ്പും. ഇവിടെ അടുത്ത് ഐസിൻ്റെ സ്ഥലമാണ് ഗൈസ്. ഇത് അന്റാർട്ടിക്കയെന്ന് വെച്ച് തോന്നുന്നത്. ഈ ഐസ് പൊട്ടുമാവോ? ഇല്ല ഗൈസ്, അതെന്താ നമുക്ക് കിട്ടാത്ത ഐസ്? റീസ്പോൺ ആവണ്ടില്ലേ നമ്മൾ പൊട്ടിക്കുമ്പോൾ? ഇവിടുത്തെ മരങ്ങളൊക്കെ നല്ല വലിപ്പമുണ്ടല്ലേ, മറ്റേ ക്രിസ്മസ് ട്രീയുടെ പോലെയാണ്. എന്തായാലും നമുക്ക് ഈ ഐസിൻ്റെ വേൾഡിൽ ഒരു പെര ഇറ്റിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. നമ്മൾ വേണ്ട അയ്യോ, നമ്മളതാ എടാ, ഇതെന്തത്? എല്ലാ കളിയിലും നമ്മൾ ഓരോ വള്ളത്തിൽ കുഗ്ഗാണല്ലോ ഗൈസ്. നമ്മൾ നോക്കാൻ പോയിട്ടാ തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഇതാ നമ്മളിതൊരു മറ്റേ വള്ളത്തിൻ്റെ അടി പെട്ട് ഗൈസ്. നമ്മളെന്തായാലും ഇപ്പോൾ ഡെഡാന്ന് വെച്ചിട്ട് ലൈഫൊക്കെ നീല കളറായി ഗൈസ്. ഇച്ച് തോന്നുന്നുണ്ടല്ലോ നമ്മളെ ലൈഫ് ഉണ്ടല്ലോ ഫ്രീസായി തോന്നുന്നു. മറ്റേ ഐസിൻ്റെ സ്ഥലത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് കട്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ കട്ടായി തോന്നും. ഫുള്ള് റിയലിസ്റ്റിക് ആണല്ലോ മൈൻക്രാഫ്റ്റിലെ. പക്ഷേ ഈ പെട്ടി ഗെയിം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫുള്ളൊരു പെട്ടി ഷേപ്പാണ് ഗൈസ് മൈൻക്രാഫ്റ്റ്. മറ്റേ അത്ര കണ്ട് മറ്റേ ശരിക്കത്തെ പോലെയല്ല, റിയലിസ്റ്റിക് അല്ല. എന്നാലും ഇതിലത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഐസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ രക്തം കട്ടയാവും, അതൊക്കെ സത്യമാണ്. നമുക്ക് എന്തായാലും കൂടി കുഴിച്ച് പോകാൻ പറ്റുമോ നോക്കി നോക്കാം ഗൈസ്. നമുക്ക് നോക്കി നോക്കാം. മേലത്തെ സിമെൻ്റ് എന്തോ പൊട്ടിച്ചു. ഇനി നമുക്ക് ഇത് കൂടി എങ്ങനെ ചാടിക്കയറാൻ നോക്കാം. 1 2 എന്താടാ അങ്ങനത്തെ എന്താ ഗൈസ് ആവണില്ല. 3 4 5 ഓക്കെ, സെറ്റ് ഗൈസ്. നമ്മൾ ഫൈനലി നമ്മൾ ഇതിൻ്റെ മേലേക്ക് പിന്നെയും കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇവിടുന്ന് എന്തായാലും മൂടാന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് തോന്നുന്നു. ഇവിടെ ആടും ഒന്നുമില്ല. നമുക്ക് ബെഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് അടങ്ങാറൊക്കെ ഇവിടെ താമസിച്ചണമെങ്കിൽ എന്തായാലും നമുക്ക് ഇവിടുന്ന് എന്തായാലും പോകണം. നമുക്ക് എന്തായാലും ഒരു വില്ലേജ് ഇതിൽ കണ്ടെത്തണം കേട്ടോ. അതാണ് നമ്മളെ ഇന്നത്തെ ടാസ്ക്. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ മൈൻക്രാഫ്റ്റിൽ നമ്മൾ ഓരോ ടാസ്ക് വെച്ചിട്ടാണ് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടാസ്ക് എന്തെങ്കിലും എന്നിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. അല്ലാതെ നിങ്ങൾ കമൻറ്റിലൊന്നും പറയണില്ല ഗൈസ്, അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും മറ്റേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു റോബ്ലോക്സിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഒരു ചാനൽ ഉണ്ടാക്കണം എന്ന് കരുതുന്നുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ ഡെഡായി ഗൈസ്. അതെന്ത് പരിപാടിയാണ്? എനിക്ക് തോന്നുന്നുണ്ടല്ലോ മറ്റേ ഐസ് വന്നിട്ടില്ലേ നമ്മളെ രക്തം കട്ടയിക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ റോബ്ലോക്സിനായിട്ടൊരു ചാനൽ തുടത്തുന്നുണ്ട്. അപ്പോൾ അതിനൊരു പേര് വേണം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ സാപ്പെക്സ് ഗെയിമിംഗ് എന്നല്ലേ. അപ്പോൾ സാപ്ലോക്സ്ന്നോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാലോ? നിങ്ങളെ അഭിപ്രായം താഴെ കമൻറ്റിൽ പറ. ഇച്ചറിയില്ല, പുതിയ പേരൊന്നും അറിയില്ല, നിങ്ങളൊന്ന് പറഞ്ഞുതരുള്ളൂ. അപ്പോൾ റോബ്ലോക്സിനായിട്ട് ചാനൽ തുടത്തണമെന്നുണ്ട്. പക്ഷേ നിങ്ങളെ സപ്പോർട്ടില്ല, വെറുതെ തുടത്തിയിട്ട് പോകുക കാര്യമൊന്നുമില്ലല്ലോ ഗൈസ്. അപ്പോൾ തുടത്തണോ വേണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടി പറയാം. നിങ്ങൾ കമൻറ്റിലൊന്നും പറയിട്ട് വീഡിയോ ഇടുമ്പോൾ റെസ്പോൺസിബിലിറ്റി കിട്ടാത്തതുകൊണ്ട് രസമല്ല ഗൈസ്. എടാ, ഈ എന്താ ചാവാത്ത? നമ്മൾ കുറേ നേരം അടിച്ചിടണു. ഇവിടെ സാൻഡ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏതോ പുഴയുടെ വക്കത്താണ് ഗൈസ്. ചാടി ഇനി വള്ളത്തിൽ പെട്ടതിനാണല്ലോ വ്യൂവേഴ്സ് കുറേ ചാൻസ് ഉണ്ട്. കാരണം എല്ലാവർക്കും മട്ടിച്ചും ഗൈസ്. എല്ലാ വീഡിയോയിലും ഞാൻ ഓരോ കേടിയിൽ കുടുങ്ങലുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാണ്? നമുക്ക് എന്തായാലും ഒരു വില്ലേജ് കണ്ടെത്തണം. അതാണ് ഇന്നത്തെ ഒരു പ്രോപ്പർ ചലഞ്ച്.
ഗൈസ് ഇവിടെ ഒരു ആടിനെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ആടിനെ എന്തായാലും കൊല്ലാം. അച്ചാവട കള്ള നമുക്ക് കെയിന കളിയിലേനി ആട് ഇട്ടായിരുന്നു ഞാൻ ചത്തത് ഗൈസ്. ബെഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ട് സൂംബീസ് വന്ന് നമ്മളെ കൊന്നു ഗൈസ്. 2 വട്ടം റീസ്പോണായി, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പം എന്നാലും കെയിനെ വീഡിയോസ് കാണത്തിട്ട് പോയി കാണാം. ഇവിടെ ഒരു ഗുണാക്കിയുണ്ട് ഗൈസ്. ഇതുപോലത്തെ നമുക്കൊരു മൈന് ചെയ്യാൻ പോകണം. അതിൻ്റെ വീഡിയോ ഇവിടെ ഈ പംകിൻ എല്ലായിടത്ത് ഇതിനെന്താ പറയുക ഗൈസ്, ഈ സംഭവം എല്ലായിടത്തുണ്ടല്ലോ മത്തന്. ഈ സംഭവം എല്ലായിടത്തുണ്ടല്ലോ മറ്റേ വില്ലേജ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ. എന്തായാലും ഇങ്ങനത്തെ സംഭവം എല്ലായിടത്തും വില്ലേജ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. നമുക്കത് മുറിച്ചപ്പോൾ പുതിയ റെസിപ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഇതിനടുത്തായിട്ട് വില്ലേജ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഈ പച്ചക്കറി എല്ലായിടത്തും എന്തായാലും വില്ലേജ് ഉണ്ടാവും ഗൈസ്. ഈ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സംഭവം തന്നെ ഗൈസ്. കാരണം ഇതിൽ കണ്ടൻറ് ഉണ്ടാക്കണേ കുറച്ച് സിമ്പിളാണ്, പക്ഷെ കുറച്ച് കൊടുക്കുവാണ്. അങ്ങനെയാണ് സംഭവം. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും കമൻറ്റിൽ പറഞ്ഞോളി ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണല്ലോ നമ്മളെ വലിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റത്തെ തുടക്കമല്ല ഈ ചാനലിൽ. എൻ്റെ വേറൊരു ചാനലുണ്ട് സോന്യൂസ് ഫോർ യു എന്നിട്ട്. ആ ചാനലിൽ അങ്ങനെ സ്ട്രൈക്കൊക്കെ കിട്ടി അടിച്ചു പോയി ഗൈസ്. പിന്നെ തിരിച്ചിട്ടേക്കണു, പക്ഷെ ഞാനതിൽ വീഡിയോ ഒന്നും ചെയ്യാറില്ല. ഇവിടെ ഒരു ആടുണ്ട് ഗൈസ്. നമുക്ക് എന്നാലും അതിനെ കൊല്ലാം, നൈസിനെ അങ്ങോട്ട് കൊല്ലാം. ചാവട ഹമുക്കൽ ബടിക്കൂസ് വല്ല ഹമുക്കെ ചാവട ചാവട ഇവിടെ ചാവൂര് ഓനെ കുത്തി കൊന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് അവൻ്റെ മീറ്റൊക്കെ എടുക്കാം. നമുക്ക് എന്തായാലും ഒരു വില്ലേജ് കണ്ടെത്തണം. അതാണ് ഈ വീഡിയോൻ്റെ ഇന്നത്തെ കണ്ടൻറ്റ്. അത്രേ ഉള്ളൂ ഗൈസ്, അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ പോയി സെറ്റിലാവും. അവിടെ പോയി നമ്മൾ കുറേ ക്രാഫ്റ്റ് ചെയ്യും, ഫർണസ്, പിന്നെന്തൊക്കെ മെറ്റൽ ഉരിക്കണ സംഭവമല്ലേ അതൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അതൊക്കെയാണ് നമ്മളെ പ്രോപ്പർ പ്ലാനിങ്. മൈൻക്രാഫ്റ്റ് കളിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്ലാനൊക്കെ ചെയ്തിട്ടാണ് കളിച്ചാൽ. വെറുതെ അങ്ങോട്ട് കളിച്ചിട്ട് പോയി ചാവുക നിൽക്കരുത് ഗൈസ്, എന്നെപ്പോലെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുറത്തിയപ്പോൾ അങ്ങനെയായിരുന്നു. തുറത്തിയൊക്കെ പോയി ചത്തു. ഇവിടെ വലിയ കുജ്ജുണ്ട്. എല്ലായിടത്തും കുജ്ജുണ്ടല്ലോ റബ്ബേ. അല്ല നമ്മളിങ്ങി പോയി കുജ്ജി പടായിരുന്നാൽ മതിയായിരുന്നു. നോക്കി പോട്ടെ. ഇവിടെ 2-3 ആടുണ്ട് ഗൈസ്. ഇതിനൊക്കെ നമുക്ക് കൊന്നിട്ട് നമുക്കൊരു ബെഡ് ഉണ്ടാക്കണമെന്നുണ്ട്. ഓക്കെ. ഈ ആടിനെ ഇതും കൂടി കൊന്നതിനാൽ മതി ഗൈസ്. കാരണം 3 ആടിൻ്റെ തൊലി വേണം നമുക്ക് ബെഡ് ഉണ്ടാക്കണമെങ്കിൽ. എടാ ചാവട നമുക്ക് ഒരുപാട് കൂസുവൽ നമുക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഇത് ചാവില്ല ഗൈസ്. എന്നും ഈ ഭയങ്കര മറ്റേ ടൂള് വേണം തോന്നുന്നു. ടൂള് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടാം. 3 ആയി ഗൈസ്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ട്. ഇനി മറ്റേ മരം വെട്ടണം തോന്നുന്നു. മരം വെട്ടിക്കഴിഞ്ഞാലുള്ളൂ നമുക്ക് ബെഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് വരിക. അതിൻ്റെ റെസിപ്പി അല്ല എന്തായാലും സംഭവം അങ്ങനെ എന്തൊക്കെ വരും ഗൈസ്. എന്തായാലും ഇവിടെ നോക്കി നോക്കാം നമുക്ക് എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടോന്ന്. ഗൈസ് അവിടെ നിങ്ങൾ കണ്ടോ ഗൈസ്? അവിടെ ഒരു പെരയുടെ ഷേപ്പ് പോലെ കണ്ടോ? നമ്മൾ കുറ്റിപ്പെട്ട് ഗൈസ്. അത് വില്ലേജാണ് ഗൈസ്. നമ്മൾ പുതിയ വില്ലേജ് കണ്ടെത്തി ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, ഫൈനലി നമ്മൾ പുതിയ വില്ലേജിലെത്തിയിട്ടുണ്ട് ഗൈസ്. പുതിയ വില്ലേജ്, എൻ്റെ മോനെ ഗൈസ്. പിന്നെ എൻ്റെ കുടുംബക്കാരൻ്റെ ഒരു ചാനലുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അവനും കൂടി സപ്പോർട്ട് വേണം. ഓനിപ്പോൾ അടുത്ത് തുടത്തിയ ചാനലാണ്, പുതിയ യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും വേണം. ZX ഗെയിമിംഗ് എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ ചാനലിൽ ലിങ്ക് കൊടുക്കുക. പിന്നെ റോബ്ലോക്സിൻ്റെ ചാനൽ തുറത്തിട്ടുണ്ട് തന്നില്ലേ. അപ്പോൾ അതിന് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ അതിൽ ലിങ്ക് ഇടാം. എല്ലാവരും സബ് ചെയ്തോളിയും. അപ്പോൾ ഗൈസ് നമ്മളിതാ പുതിയ വില്ലേജ് തുറത്തിയിട്ടുണ്ട് കേട്ടോ. സീനസ് ആണ് കേട്ടോ. എൻ്റെ മോനെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുടുംബക്കാരൻ അവനക്ക് റോബ്ലോക്സിനായിട്ട് വേറെ ചാനലുണ്ട് കേട്ടോ. റോബ്ലോക്സർ വൈറ്റി എന്നാണ് പേര്. 333 അങ്ങനെ അടിച്ചാൽ വരും. അപ്പോൾ ഞാനാവുമാണ് ഞാൻ ലിങ്ക് ഇടാം ഗൈസ്. എന്തായാലും നമുക്കുണ്ടല്ലോ നെക്സ്റ്റ് വീഡിയോ ഉണ്ടല്ലോ നമുക്ക് ഈ വില്ലേജിലത്തെ കാര്യങ്ങളാക്കിയിട്ട് നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നമുക്ക് ഇടാം. അപ്പോൾ ഗൈസ് നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് ചാർജ് ചെയ്യുന്നപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഗൈസ്. അതാണ് ഞാൻ പിന്നെ നമ്മൾ വല്ലാതെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റാന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. പിന്നെ പറയണേ ഗൈസ്, ഫസ്റ്റ് പാർട്ട് കാണാത്തതുകൊണ്ട് പോയി കാണുക. പിന്നെ കുറച്ച് ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നല്ല കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വോയിസ് ഒക്കെ കൊടുത്തിട്ട് സെറ്റാക്കണേണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.